ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. മേ ബി ഈ ചാപ്റ്ററിൽ ചോദ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ചാൻസസ് വരുന്ന ഭാഗങ്ങളും കൂടെ ഈ ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ് സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ഉപഭോക്തൃ സംതൃപ്തി എന്താണെന്നുള്ളതാണ്. നമ്മളൊരു വസ്തു യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു വസ്തു ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ വിളിക്കുന്ന പേരാണ്, അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എന്ന് പറയാറുള്ളത്. ഈ സാറ്റിസ്ഫാക്ഷനെ, സംതൃപ്തിയെ ആദ്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആദ്യമായിട്ട് അളക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്ത വ്യക്തിയുടെ പേരാണ് മക്കളെ ആൽഫ്രഡ് മാർഷൽ. ആരാണ് മക്കളെ? ആൽഫ്രഡ് മാർഷൽ. സോ ഒരു മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരാണ് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഉപഭോക്തൃ സംതൃപ്തിയെ അളക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്ത വ്യക്തി, ആദ്യമായിട്ട് അതിനെ മെഷർ ചെയ്യുക, അതിനെ അളക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്ന ആളായിരുന്നു ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അതിന് ഓരോ വസ്തുവും നമുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വസ്തു ഉപഭോഗിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ നമ്മൾ ഉപയുക്തത എന്നാ വിളിക്കാറ്. ഈ വേർഡുകളൊക്കെയാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ എന്ന് എനിക്കറിയാം. അത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ടാക്കി പറഞ്ഞുതരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതിന് ഐഡിയ ഞാൻ ഇവിടെ ഉണ്ട്, നമ്മൾ അതിലേക്ക് എത്താം. മക്കളെ, ഉപയുക്തത എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യൂട്ടിലിറ്റി ഇസ് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കാൻ വിചാരിക്കാം. ആ ഒരു വസ്തു ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ, അതിനെയാണ് ആ വസ്തുവിന്റെ ഉപയുക്തത എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൺ വിളിക്കാനാ പറ്റാം. അപ്പൊ മൊബൈൽ ഫോണിന്റെ ഫോൺ വിളിക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ഉപയുക്തത എന്ന് പറയുന്നത്. ആ ഫോൺ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു പേന കൊണ്ട് എഴുതാനാണ് പറ്റേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ, ഒരു വസ്തു ഉപഭോഗം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയാണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. യൂട്ടിലിറ്റി ഇസ് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തുവിന്റെ എന്താണ് വൺ സാറ്റിസ്ഫൈയിങ്, ആ വസ്തുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഉപയുക്തത എന്ന് വിളിക്കുക. ഈ ഉപയുക്തതയില്ലേ മക്കളെ, ഈ യൂട്ടിലിറ്റി അല്ലേ നമുക്ക് യൂട്ടിൽസ് എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ് അളക്കാറുള്ളത്. യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് ആണിത് യൂട്ടിൽസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ ഫോണിന്റെ ഉപയുക്തത എത്രയാണെന്ന് ചോദിക്കണമെങ്കിൽ 2 യൂട്ടിൽസ് 3 യൂട്ടിൽസ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മൾ ആ യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷന് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്താണ്? യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് ആണ് ഇത്, ഉപയുക്തത യൂണിറ്റ് ആണ് ഇത് മക്കളെ യൂട്ടിൽസ്. എന്താ വിളിക്കുക? യൂട്ടിൽസ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, വിളിക്കാറുള്ളത്. ദെൻ അടുത്തൊരു വാക്കാണ് മക്കളെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്ന മൊത്തം ഉപയുക്തത എന്ന് വിളിക്കാം. മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ ഒരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൽ നിന്ന് നമ്മൾ ആകെ കിട്ടുന്ന യൂട്ടിലിറ്റി വിളിക്കുന്ന പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഈ പിക്ചർ വെച്ചിട്ട് തന്നെ നോക്കാം. മക്കളെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓറഞ്ച് കഴിക്കുന്നു. ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഓറഞ്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു, നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണ് ഓറഞ്ച് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. രണ്ടാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കഴിച്ചത് 20 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കഴിച്ച സമയത്ത് എന്ത് ചെയ്തു, ആ ടോട്ടൽ യൂട്ടിലിറ്റി ഒന്നും കൂടെ കൂടി, കുറച്ചും കൂടെ കൂടിയിട്ട് വരും. അത് എത്രയായിട്ട് മാറി? 38 ആയിട്ട് മാറി. മൂന്നാമത്തെ കഴിച്ചപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും കൂടി, അത് 53 ആയിട്ട് കൂടി. അങ്ങനെ ഒരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മൊത്തമായിട്ടുള്ള യൂട്ടിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മൊത്തം ഉപയുക്തത എന്ന് വിളിക്കാം. അതേസമയം അടുത്തൊരു വേർഡാണ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എന്ന് വിളിക്കാം. സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ ഒരു അഡീഷണൽ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു അധിക യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ അധികമായിട്ട് ഉപയോഗിച്ചതിൽ നിന്ന് മാത്രം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. ഉദാഹരണം, ഒന്നാമത്തെ കഴിച്ചപ്പോൾ അതിൽ നിന്ന് മാത്രം, ആ ഒന്നാമത്തേന്ന് മാത്രം നമുക്ക് കിട്ടിയിട്ടത് 20 ആണ്. എന്നാൽ രണ്ടാമത്തെ കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 30 ആയിട്ട് മാറി. അപ്പൊ എന്തായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി? 18. കാരണം രണ്ടാമത്തേൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയ എത്രയാ സാറ്റിസ്ഫാക്ഷൻ? 18 ആണ് അല്ലെ. ഈ 38 20 കുറച്ചാൽ നമുക്ക് 18 എന്നാ കിട്ടുക. അപ്പൊ മൂന്നാമത്തെ കഴിച്ചപ്പോൾ അത് 53 ആയി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേൽ നിന്ന് മാത്രം കിട്ടിയത് എത്രയാ? ഈ 53 നിന്ന് നേരെ 38 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 15 എന്നാ കിട്ടുക. ഗോട്ട് ഇറ്റ്. നാലാമത്തെ കഴിച്ചപ്പോൾ എത്രയായി? 63 ആയി, അഥവാ 10 ആയിട്ട് മാറി. സോ ഏറ്റവും അവസാനത്തിൽ ഒരു അഡീഷണൽ യൂണിറ്റ്, ഒരു അധിക യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആദ്യം നമുക്ക് നമ്മളൊരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കഴിക്കാം. അത് വീണ്ടും 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 കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടി 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 വരും. ഒരു സമയം എത്തുമ്പോൾ നമുക്ക് മടുക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ കഴിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് എന്തെയില്ല, അതിന് വലിയ സന്തോഷം കിട്ടില്ല. വീണ്ടും നമ്മൾ അതന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അതിനോട് മടുപ്പ് വരും. അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം കൂടി വന്നു. പിന്നെ ഈ 67 എത്തിയ സമയത്ത് അതൊരു മടുപ്പായിട്ട് ഒരു സ്റ്റെക്കായിട്ട് മാറി. കാരണം വീണ്ടും ഉപയോഗിച്ച സമയത്ത് 67 അധികം സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. പിന്നെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഇത് മടുത്തിട്ട് അങ്ങോട്ട് വേണ്ട എന്നുള്ള ലെവലായി. എന്ന് വെച്ചാൽ 67 പിന്നെന്തായി മാറി, കുറയാൻ തുടങ്ങി. 64 പിന്നെ 57 കുറയാ ചെയ്തത്. ഇതേ സമയം മാർജിൻ യൂട്ടിലിറ്റി ആലോചിച്ചൊക്കെ, മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞ് വന്നു. ഇവിടെ ഈ 67 വന്ന സമയത്ത് ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി എത്രയായിട്ട് മാറി? 0 മാറി. പിന്നീട് അങ്ങോട്ട് 0 കഴിഞ്ഞിട്ട് പിന്നെന്താണ്, മൈനസിലേക്കാണ് വന്നത്. അത് വെച്ചിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനൊരു സാധ്യതയുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എക്സ്, ഇതാണ് വൈ. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കാം, ഇവിടെ എന്ത് ചെയ്തു, ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മൊത്തം ഉപയുക്തം കൂടി വന്നു. അത് ഇവിടെ വെച്ചിട്ട് സ്റ്റെക്കായിട്ട് മാറി. ഈ സ്റ്റെക്കായ അതേ സമയത്ത് ഇവിടുന്ന് സ്റ്റെക്കായി അടുത്ത ഇവിടെ കറക്റ്റ് സ്റ്റെക്കായിട്ട് മാറുകയാണ്. സ്റ്റെക്കായ അതേ സമയത്ത് മാർജിൻ യൂട്ടിലിറ്റി 0 എത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങി. ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞതോട് കൂടെ എന്ത് ചെയ്തു, മാർജിൻ യൂട്ടിലിറ്റി മൈനസിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് മക്കളൊന്ന് പഠിച്ചേക്കണം. then അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്ത ചോദ്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപജയ സീമാന്ത ഉപയുക്ത നിയമത്തിന്റെ പരിമിതികൾ. അപജയ സീമാന്ത ഉപയുക്ത നിയമം, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തു നമ്മൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അളവ് കുറയും എന്നതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡിമിനിഷിംഗ് ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി അറിയാം. നമ്മൾ ഏത് വസ്തു നമ്മൾ വീണ്ടും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും, പയ്യെ കുറഞ്ഞിട്ട് വരാം. ആദ്യം ഉപയോഗിച്ച അതേ ഒരു ഹെൽപ്ഫുൾ എന്തെയില്ല, ആദ്യം ഉപയോഗിച്ച അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ അടുത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ നിയമം വരണമെങ്കിൽ അവിടെ കുറച്ച് ലിമിറ്റേഷൻസുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്താണ്, ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കും. എല്ലാ വസ്തുക്കൾക്കും ഒരേ ക്വാളിറ്റി, ഷുഡ് ബി ദ സെയിം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാ വസ്തുവിനും ഒരേ ക്വാളിറ്റി ഉള്ളതായിരിക്കും, ഒരേ ഗുണമേന്മയുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കാം. കൺസ്യൂമറിന്റെ ഇൻകവും ടേസ്റ്റും എന്തായിരിക്കണം, സ്ഥിരമായിരിക്കാം. അതുപോലെ തന്നെ ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം. കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റു സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കാം. അതർ ഗുഡ്സ് മസ്റ്റ് ബി അസേർട്ടഡ് ആയിരിക്കാം. യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലുമുള്ളവയായിരിക്കും. യൂണിറ്റ് മസ്റ്റ് ബി ഫിക്സ്ഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു കോഡുകളോട് കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം പഠിക്കാൻ പറ്റും. ഈ ഉദാഹരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ മാരത്തോണിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഏരിയ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഏരിയ ഉണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യനുകളൊക്കെ വരാൻ സാധ്യതയുള്ള ബാക്കി ഏരിയ ഉണ്ട്. അതെല്ലാം തന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള അഥവാ നമ്മുടെ മാരത്തോണുകളിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത മക്കളെ. അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ, അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കോ. ബാക്കിയുള്ള സെറ്റാക്കുന്ന കാര്യം ഞങ്ങൾ അവിടെ മാരത്തോണിൽ നിന്ന് ഏറ്റോളാം. സോ മാരത്തോൺ ഒരാൾ പോലും മിസ്സാക്കരുത്. ഫ്രണ്ട്സിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ വാടാ. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.